ദേശാഭിമാനി ഫെബ്രുവരി 13 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് കെ ടി ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. ഇനി എത്ര ജീവൻ പൊലിയണം? വന്യജീവി നിയമം മാറ്റമില്ലെന്ന് കേന്ദ്രം. തടയാൻ കേരളം. വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ 10 മിഷൻ. കാട്ടാനാക്രമണത്തിൽ വയനാട്ടിൽ വീണ്ടും മരണം. വരുന്നു വ്യക്തികൾക്ക് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. കിഫ്ബി വികസനത്തിന്റെ ബദൽ മാതൃക. സർവീസ് പെൻഷൻ പരിഷ്കരണം കുടിശ്ശിക ഈ മാസം തന്നെ. KSTA സംസ്ഥാന സമ്മേളനം നാളെ മുതൽ കോഴിക്കോട്ട്. ഡൽഹി മുഖ്യമന്ത്രി ആര്? ഉത്തരമില്ലാതെ BJP. വീണ്ടും യുദ്ധഭീതിയിൽ ഗാസ. രഞ്ജി ട്രോഫി മഹാപ്രതിരോധം. അവസാന ലാപ്പിൽ ആശ്വാസം. അത്ലറ്റിക്സിൽ കേരളത്തിന്റെ 2ാം സ്വർണം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ രാജ്യത്ത് മരണം പെരുകുമ്പോഴും കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യില്ലെന്ന പിടിവാശിയിൽ മോദി സർക്കാർ. 1972 നിയമം ഭേദഗതി ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയെ അറിയിച്ചു. നിയമം ഭേദഗതി ചെയ്യുന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MPമാർ തുടർച്ചയായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടും നിലപാട് മാറ്റത്തിന് കേന്ദ്രം തയ്യാറില്ല. ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നതും ഭേദഗതികളുടെ വാജ്പേയി സർക്കാർ ശക്തിപ്പെടുത്തിയതുമായ വന്യജീവി സംരക്ഷണ നിയമം അടിസ്ഥാനപരമായി ജനങ്ങളുടെ അവകാശങ്ങളെ അവഗണിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിലെ ശൂന്യവേളയിൽ B. ശിവദാസൻ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ 10 മിഷനുകൾക്ക് രൂപം നൽകി വനം വകുപ്പ്. വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വനമേധാവിയും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. എസ്റ്റേറ്റുകളിലെ കാട് വെട്ടിത്തെളിക്കാൻ ഉടമകൾക്ക് അടിയന്തര നോട്ടീസ് നൽകും. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് ഇരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വസ്തു ക്ലിയറൻസുകളും അടിക്കാട് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കാൻ നിർദ്ദേശം നൽകി. ഇതിനിടെ വയനാട്ടിൽ തുടർച്ചയായ 2ാം ദിനവും കാട്ടാനാക്രമണത്തിൽ മരണം. ഉരുപൊട്ടലിൽ ഒറ്റപ്പെട്ട അട്ടമലയിലെ ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ഉന്നതിയിൽ നിന്നും ചൊവ്വാഴ്ച വൈകിട്ട് ചൂരൽമലയിലേക്ക് പോയ ബാലകൃഷ്ണൻ തിരിച്ചെത്താതിനെ തുടർന്നുള്ള ബുധനാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലാണ് അട്ടമലയിലെ തേയിലത്തോട്ടത്തിൽ മൃതദേഹം കണ്ടത്. ബാലകൃഷ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ സഹായം നൽകും. ആദ്യ ഗഡു 5 ലക്ഷം രൂപ ബുധനാഴ്ച കൈമാറി. വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ആസ്തി വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കാർഡ് ഏർപ്പെടുത്തുന്നത്. ഇതിനായി 2 കോടി രൂപ നീക്കിവെക്കുന്നതായും ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മന്ത്രി പറഞ്ഞു. ബജറ്റിലെ പ്രധാന മറ്റ് നിർദ്ദേശങ്ങൾ. പ്രകൃതിക്ഷോഭത്തിന് ഇരയാക്കുന്ന കർഷകർക്കുള്ള ദുരിതാശ്വാസ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ട് വിലങ്ങാട്ട് പ്രത്യേക പദ്ധതി നടപ്പാക്കും. ടൂറിസത്തിന് വ്യവസായ പദവി പരിഗണനയിൽ. കോട്ടക്കൽ ആയുർവേദ കോളേജ് വികസനം കിഫ്ബി പദ്ധതിയിൽ നടപ്പാക്കും. അതിരപ്പള്ളി ടൂറിസം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ 2 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് ഉൾപ്പെടെയുള്ള പെൻഷൻ കുടിശ്ശികയുടെ അവസാന ഗഡുവും ഈ മാസം വിതരണം ചെയ്യും. തുക വിതരണം ചെയ്യാനുള്ള ഉത്തരവിറങ്ങി. 2292 കോടി രൂപയാണ് പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകുന്നത്. അർദ്ധ സത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കിഫ്ബിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കിഫ്ബിയിൽ CNG ഓഡിറ്റിംഗിൽ തടസ്സമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും കേന്ദ്രം തരാതിരിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പോലീസിൽ ഒരാൾ വീഴ്ച കാണിച്ചാൽ അത് മറച്ചുവെക്കേണ്ടല്ലെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാർ പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് കണക്ക് നിരത്തി മറുപടി നൽകി മുഖ്യമന്ത്രി. വസ്തുതകളെക്കുറിച്ച് ധാരണയില്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന 3 വർഷത്തെ ആകെ മൂലധന ചെലവിനേക്കാൾ കൂടുതൽ തുക കഴിഞ്ഞ 3 വർഷം കിഫ്ബിയുടെ മാത്രം ചെലവാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും മുന്നേറണം. ഇതിന് സർക്കാർ സംവിധാനത്തെ മാത്രം ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാനാകില്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ രൂപപ്പെടുത്തണമെന്നും MV ഗോവിന്ദൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് CPM രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞു. ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച് സർചാർജിലൂടെ 7 ലക്ഷം കോടി രൂപ കേന്ദ്രം പിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഒരു പൈസയുമില്ല. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഡൽഹിയിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാനാകാതെ BJP. നിരവധി നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ മാരത്തോൺ ചർച്ച നടക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ലക്ഷ്യം വ്യക്തികളെ ദീർഘകാലം ജയിലിൽ പിടിച്ചുവിടലല്ലെന്നും
സുപ്രീം കോടതി വെളിപ്പെടുത്തി. ഛത്തീസ്ഗഡിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട PMLA കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരെ ജാമ്യത്ത് അനുവദിച്ചാണ് നിരീക്ഷണം. ഭരണഘടനാ പ്രകാരം നിയമസഭ വിളിച്ചു ചേർക്കേണ്ട സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ മണിപ്പൂരിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു. GST ആപാകങ്ങൾ പരിഹരിക്കുക, വികസന പദ്ധതികൾക്കായി കുടിയിറക്കപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം പുനരധിവസിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി വ്യാഴാഴ്ച പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. ഗില്ലൻബാരി സിൻഡ്രോം രോഗം ബാധിച്ച് മഹാരാഷ്ട്രയിലെ 8ാമത്തെ മരണം മുംബൈയിൽ സ്ഥിരീകരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 53കാരനാണ് മരണപ്പെട്ടത്. തെന്നിന്ത്യൻ സൂപ്പർ താരം മക്കൾ നീതി മയ്യം സ്ഥാപക നേതാവുമായ കമൽഹാസനെ DMK രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമെന്ന് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം DMKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 34ാം സംസ്ഥാന സമ്മേളനം 14, 15, 16 തീയതികളിൽ കോഴിക്കോട്ട് ചേരും. സമുദ്ര ഓഡിറ്റോറിയത്തിലെ K ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിലാണ് പ്രതിനിധി സമ്മേളനം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിലായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി സാഹിത്യനഗരം നഗരത്തിന് ആതിഥ്യമരുളുന്നത് വിവിധ ജില്ലകളിൽ നിന്നും 750 പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ പ്രദീപ് കുമാർ പറഞ്ഞു. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നിസ, പ്രസിഡന്റ് സുധീഷ് എന്നിവർ അറിയിച്ചു. വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം പരസ്യം നൽകിയതിന് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ നോട്ടീസ്. തൃപ്പൂണിത്തറ ഏറൂർ തൃക്കോട്ടുകാട് വീട്ടിൽ S അശോക് കുമാറിന്റെ പരാതിയിലാണ് നോട്ടീസ് അയച്ചത്. നോട്ടേ വീട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടിൽ ജനുവരി 24 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തയിൽ മനക്ലേശത്തിന് ഉത്കണ്ഠയ്ക്കും ഇടയാക്കിയെന്നാണ് പരാതി. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് കൈമാറിയ പകുതിവില തട്ടിപ്പ് കേസിൽ വ്യാഴാഴ്ച മുതൽ അന്വേഷണം ആരംഭിക്കും. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. 25-ന് ആദായ നികുതി ഓഫീസിന് മുന്നിൽ 10,000 അണിനിരത്തി ഉപരോധം സംഘടിപ്പിക്കുമെന്നും കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. വടകര മുട്ടുങ്കലിലെ 130 വർഷം പഴക്കമുള്ള LP സ്കൂളിന്റെ മുഖം മാറുന്നത് ULCCSലൂടെ. ദേശീയപാത വികസനത്തിനായി പൊളിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന സ്കൂളിന്റെ ഉടമസ്ഥതയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തത്. പുതുക്കിപ്പണിഞ്ഞ കെട്ടിടം ULCC സെന്ററിനായി LP സ്കൂൾ എന്ന പേരിൽ 28-ന് നാടിന് സമർപ്പിക്കും. പഞ്ചായത്ത്, നഗരസഭ, കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങളിലെ പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മീഷനും ജില്ലാ ഹിയറിംഗും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. തെലങ്കാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ബജറ്റിൽ പ്രത്യേക പാക്കേജ് പരിഗണിക്കുമെന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ നിയമസഭയിലെ പ്രഖ്യാപനം ആഹ്ലാദത്തോടെ വിലങ്ങാട്ടെ ദുരിതബാധിതർ കാണുന്നു. എലത്തൂർ മണ്ഡലത്തിലെ തലക്കുളത്തൂർ പഞ്ചായത്തിലെ പുറക്കാട്ടിരിയിൽ പ്രവർത്തിക്കുന്ന AC ഷൺമുഖദാസ് മെമ്മോറിയൽ ആയുർവേദ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കെയർ സെന്ററിലെ വികസനത്തിന് ബജറ്റിൽ 2 കോടി രൂപ കൂടി അനുവദിച്ചു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ മേലൂർ വാസുദേവൻ അന്തരിച്ചു. കൊയിലാണ്ടി സബ് രജിസ്ട്രാർ ആയി വിരമിച്ച മേലൂർ നിലവിൽ പുരോഗമന കലാസാഹിത്യ സംഘം കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗമാണ്. ലോക വാർത്തകൾ. ഗാസയിലേക്ക് വീണ്ടും കടന്നാക്രമണം ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ചോടെ വീണ്ടും യുദ്ധഭീതിയിൽ മുനമ്പ്. 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച് 61,709 പേരെ കൊന്നൊടുക്കിയ ഇസ്രായേൽ കടന്നാക്രമണത്തിന് ജനുവരി 19-ലെ വെടിനിർത്തൽ കരാറോടെയാണ് താൽക്കാലിക ശമനമുണ്ടായത്. എന്നാൽ വെടിനിർത്തൽ ദിനങ്ങളിലും ഇസ്രായേൽ 110 പാലസ്തീൻകാരെ കൊന്നൊടുക്കി. അനധികൃത കുടിയേറ്റക്കാരോടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തെ രൂക്ഷമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. അമേരിക്കയിലുള്ള ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് വിമർശനം. ഗാസ നിവാസികളെ ജോർദാനിൽ പുനർവസിപ്പിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം തള്ളി ഭരണാധികാരി അബ്ദുള്ള രണ്ടാമൻ. ഗാസ അമേരിക്കയുടെ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് 22 ലക്ഷം പേരെയും കുടിയിറക്കി ഗാസ സ്വന്തമാക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു. കളിക്കളം വാർത്തകൾ. പ്രതിരോധ കോട്ട കെട്ടിയാണ് കേരളം സെമിയിലേക്ക് ചുവടുറപ്പിച്ചത്. കേരള ക്രിക്കറ്റിൽ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ ജയത്തിന് സമാനമായ സമനില. 1-ാം ഇന്നിംഗ്സിൽ നേടിയ ഒറ്റ റൺ ലീഡാണ് കേരളത്തെ സെമിയിലേക്ക് ടിക്കറ്റ് ഒരുക്കിയത്. ഒറ്റ റണ്ണിന്റെ വില ഇപ്പോൾ കേരളവും ജമ്മു കാശ്മീരും മനസ്സിലാക്കിയിരിക്കും. കേരള ക്രിക്കറ്റിൽ എക്കാലവും ഓർത്തുവെക്കുന്ന മത്സരമായിരുന്നു ജമ്മു കാശ്മീരിനെതിരെ. അവസാന 540 പന്തുകൾ പിന്തുണച്ചാണ് സെമിയിലേക്ക് മുന്നേറിയത്. ദേശീയ ഗെയിംസിൽ അത്ലറ്റിക് ട്രാക്കിലെ അവസാന ഇനത്തിൽ പൊന്നുതൊട്ട് കേരളം. പ്രതീക്ഷിച്ച ഇനങ്ങളിൽ കനത്ത തിരിച്ചടി കിട്ടിയപ്പോൾ 4x400 മിക്സഡ് റിലേയിലായിരുന്നു ആശ്വാസം.
കരുത്തരായ തമിഴ്നാട്, മഹാരാഷ്ട്ര ടീമുകളെ പിന്നിലാക്കി ടി.എസ്. മനു, കെ. സ്നേഹ, ബിജോയ്, അൻസ, സാബു എന്നിവരുൾപ്പെട്ട ടീം മുന്നിലെത്തി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് തുടർച്ചയായ തോൽവി. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റിയൽ കാശ്മീരിനോട് 1 ഗോളിന് തോറ്റു. മുഹമ്മദ് ഇനാമാണ് ഗോൾ നേടിയത്. തോറ്റതോടെ 19 പോയിന്റുമായി ഗോകുലം 7ാം സ്ഥാനത്ത് തുടർന്നു. 4ാമതുള്ള കാശ്മീരിന് 29 പോയിന്റുണ്ട്. ഐ ലീഗ് 2ാം ഡിവിഷൻ ഫുട്ബോളിൽ സാറ്റ് കേരളയ്ക്ക് തകർപ്പൻ ജയം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.